Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള കൂർക്ക ബീഫ് കറി ആട്ടോ. ദാ ഇതുപോലെയാണ് ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക ബീഫ് കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 3 കപ്പ് ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് നെയ്യും കൂടിയുള്ള പീസാണ് നല്ലത്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് സാദാ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഒരു പകുതി ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 മുളക് ചതച്ചത്, ബീഫിന് ആവശ്യമുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തച്ചാൽ മതി. അപ്പോൾ ബീഫിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ ബീഫിന് നല്ല നെയ്യുള്ളത് എടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ്. അതിപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 വേവ് ആകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം ആയിട്ടുണ്ട്. എന്തായി നോക്കാം. അപ്പോൾ ബീഫിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പാണ്. കൂർക്ക അരിയുമ്പോൾ കുറച്ച് വലുതായിട്ട് അരിഞ്ഞിടാം. അത് ഇതിലേക്ക് ചേർക്കാം. ബീഫ് എടുത്തിരിക്കുന്നത് 3 കപ്പും കൂർക്ക 1 കപ്പും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കൂർക്ക ഒന്ന് വെന്ത് വരണം. അപ്പോൾ കൂർക്ക വേകാനായിട്ട് 1 വിസിൽ മതിയാവും കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന മസാല കൂർക്കയിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും, കൂർക്ക നന്നായിട്ട് വേകുകയും ചെയ്യും. ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. കൂർക്കയ്ക്ക് അത്രയും വേവേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് വരും. കൂർക്ക ഇട്ടതിന് ശേഷം 1 വിസിൽ വന്ന് സ്റ്റൗ ഓഫാക്കി അതിൻ്റെ ഫുൾ പ്രഷർ പോയി കഴിഞ്ഞ ശേഷം ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കൂർക്ക എന്തായി നോക്കാം. ബീഫ് ഓൾറെഡി വെന്തതായിരുന്നു. ഒരു 3/4 വേവേ ഉണ്ടായിരുന്നുള്ളൂ. കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അതാണ് കൂടുതലും കറിക്ക് ടേസ്റ്റ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് അരിയുമ്പോൾ ഇതുപോലെ കനം കുറച്ച് വേണം അരിയാനായിട്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം കേട്ടോ. അത് ഇത്ര തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇത് നല്ല മൂക്കെ ഒന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇത് 2 കപ്പ് ഉണ്ട് കേട്ടോ. അത് ഇതിനകത്തേക്ക് ചേർക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് 1 നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് 1 കപ്പ് ഉണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇച്ചിരി സമയമായിട്ടുണ്ട്. തുറന്നു നോക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ബീഫിൻ്റെ അകത്ത് കുറച്ച് പൊടികൾ ചേർത്തിട്ടുണ്ട്. അത് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇതിലാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്തിട്ട് ഇതിൽ നിന്ന് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ ആ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂർക്കയും കൂടെ ചേർക്കാം. ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ദാ ഇതിലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ വറ്റിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഗ്രേവി ടൈപ്പാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള കൂർക്ക ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാട്ടോ. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ, പുട്ട്, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ലതാട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമേ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.